ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട്, ഈ ഒരു സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാണ്ടായിരുന്നു. കമ്പനി ബെൽറ്റ് ബ്രേക്ക് ഷൂണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബ്രേക്ക് ഷൂ തന്നെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം, കാരണം ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കാം. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല, അതായത് ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടയറിൻ്റെ ഒരു പ്രോബ്ലം കൂടിയാണ് ഫ്രണ്ട് ചെറിയൊരു വെട്ടൽ കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ. ഫ്രണ്ടിലെ ബുഷ് സെറ്റുകൾ കംപ്ലൈൻ്റ് ഉണ്ട്, കൂടാതെ കൊണ്ട് ഫ്രണ്ടിലത്തെ ടയറും ഈ ടയറും തമ്മിലുള്ള ഡിസൈൻ പാറ്റേണിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബലം ഹാൻഡിലും അനുഭവപ്പെടും. അപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വരും ബുഷൊക്കെ മാറ്റുമ്പോൾ. ഞാൻ അതിൻ്റെ ബുഷിൻ്റെ കംപ്ലൈൻ്റൊക്കെ കാണിച്ചു തരാം. നിലവിൽ ഹബിനൊന്നും വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബ്രേക്ക് ഈ ടയർ മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ ടയർ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഗ്രിപ്പ് കട്ട കൂടുതൽ നമുക്ക് ഗുണകരമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ സ്മൂത്തും കംഫർട്ടും നമുക്ക് ആ ഫ്രണ്ടിലുള്ള മോഡൽ കമ്പനി വന്ന ടയറിൻ്റെ അതേ പാറ്റേൺ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. ഇനി മാറ്റിയിടുമ്പോൾ അങ്ങനത്തെ ഇടണമായിരിക്കും നല്ലത്. കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും ഇടാം, MRF ഒപ്പോളോ സിയറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ പാറ്റേൺ നമ്മൾ എടുക്കുമ്പോൾ ആ ഡിസൈൻ എടുക്കുമ്പോൾ കമ്പനി മോഡൽ തന്നെ ഡിസൈൻ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. കമ്പനി ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ചിൽ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, നേരെ പൊട്ടലോ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്, അതും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് ഔട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാനുണ്ട്. ക്ലച്ച് യൂണിറ്റ് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ റബ്ബർ സെറ്റ് ചതഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ക്ലച്ച് വെയിറ്റ് വന്ന് അടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം, വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടേക്കാം, അതൊരു ശരിക്കും ചതച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. ക്ലച്ചിൽ അത് മെയിനായിട്ട് അത്രേ ഉള്ളൂ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ അതിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റും ക്ലച്ച് ഷൂക്ക് വർക്ക് ചെയ്തിടാൻ എൻ്റെ, അപ്പോൾ അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചോക്ക് കേബിളൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ആക്സിലേറ്റർ കേബിൾ ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ പൊടിക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്നുള്ളൂ, വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. നിലവിൽ നമുക്ക് വാഷിങ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ ഈ എൻജിൻ റൂമിൻ്റെ ഉള്ളും കൂടി ഒന്ന് വാഷ് ചെയ്ത് പോകണമെങ്കിൽ നന്നായിരിക്കും. ഇപ്പം നിലവിൽ വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ പുറമെ ബോഡി വാഷിങ്ങാണ് ഉദ്ദേശിക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കവറിങ്ങൊക്കെ അഴിച്ച് ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് കിട്ടുന്ന റീസെറ്റ് ചെയ്യണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ കേട്ടോ. ഒരു 10-100 രൂപയുടെ വ്യത്യാസം കണ്ടാണ് വാട്ടർ സർവീസും ഓപ്പൺ വാഷിങ്ങായിട്ട് വന്നുള്ളൂ. അഴിച്ച് വാഷ് ചെയ്യുമ്പോൾ അതിന് ഓപ്പൺ വാഷിംഗ് എന്ന് പറയാം. ഓപ്പൺ വാഷിങ്ങും വാട്ടർ സർവീസായിട്ട് 100 രൂപ വ്യത്യാസമൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉൾപ്പെടുത്താം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുള്ളൂ എന്തെങ്കിലും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വെട്ടൽ കാണിക്കാനായിട്ട് വേറൊരു കംപ്ലൈൻറ്റ് അതിനകത്ത് ഫ്രണ്ടിലുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷുകളും കംപ്ലൈൻ്റ് ആണ്, ഇതാണ്ട് അത്യാവശ്യം നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബുഷ് സെറ്റ് ലിങ്ക് ബുഷുകളും മാറാം, ഈ കുഷൻ അസംബ്ലിയുടെ ബുഷും മാറ്റി കഴിയുമ്പോൾ ഒരു പരിധി വരെ വെട്ടലൊക്കെ കുറഞ്ഞോളൂ കേട്ടോ. പിന്നെ പുതിയ ടയറാണ് ഫ്രണ്ടിൽ കിടന്നത്. ഞാൻ പറഞ്ഞാൽ ബാക്ക് ടയറിൻ്റെ ഡിസൈൻ പാറ്റേൺ ഒരു ചെറിയൊരു പ്രോബ്ലം ആണത്. നമുക്ക് ആ വെട്ടൽ കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ അതും കൂടിയാണ്. പിന്നെ അതിൻ്റെ ഈ ബ്രേക്ക് കേബിളുകളിൽ ഒരു ബ്രേക്ക് കേബിൾ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഈ സൈഡ് ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ടോ, ഈ കേബിളിന് കുഴപ്പമില്ല, ഇത് ഔട്ടർ പൊട്ടിയിട്ട് ഔട്ടർ വലിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് ബ്രേക്ക് ലോഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതിരിക്കണം നല്ലത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡായി കിടന്നാലും നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ നമ്മുടെ അതിൻ്റെ ബാറ്ററി കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ 12.85 8.5 വരെ വരുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിച്ചാണ്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. സ്പാർക്ക് പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ട് ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് വരിക. അതിനകത്ത് അഡീഷണലായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം മാത്രമേ അഡീഷണൽ വന്നുള്ളൂ. ബാക്കിത്തെ ബുഷ് സെറ്റ് ഗ്രീൻ ബുഷ് മാറണമൊക്കെ ജനറൽ സർവീസിൽ വന്ന കേസാണ്. അതേപോലെ തന്നെ വാട്ടർ സർവീസ് ഓപ്പണായിട്ട് കഴുകി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവിടെയും ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയാലും ബാറ്ററിയുടെ സൈഡിലൊക്കെ ആയാലും അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ കഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈ കവറും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നീറ്റായിട്ട് കഴുകി റീസെറ്റ് ആക്കാം. എന്തായാലും നമ്മൾ പുറമേക്കടെ ബോഡി ഫുൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പുറം മാത്രമാണ് ക്ലീൻ ആവുള്ളൂ. ഉള്ളിലത്തേക്ക് നമ്മൾ ഇതേപോലെ അഴിക്കണ സമയത്ത് ക്ലീൻ ചെയ്താലാണ് അത് കറക്റ്റായി പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ പറയാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് ആ രീതിയിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാം.